ഒടുവിലായിരുന്ന വെള്ളനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വെള്ളനാട് ശശി വനം വകുപ്പിന് മുന്നിൽ കീഴടങ്ങി. കഴിഞ്ഞ ദിവസം കോടതി ഇദ്ദേഹത്തിൻ്റെ ജാമ്യം തള്ളിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് ശശി പരുത്തിപ്പള്ളി റേഞ്ച് ഓഫീസിൽ കീഴടങ്ങിയത്. തിരുവനന്തപുരത്തുള്ള റേഞ്ച് ഓഫീസർ എത്തിയാൽ തുടർ നടപടികളിലേക്ക് കടക്കും. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 3:15 ജാമ്യക്കാരുമായാണ് ശശി എത്തിയത്. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ കസേര നൽകിയിട്ടും ശശി അതിൽ ഇരിക്കാൻ തയ്യാറായില്ല. ഞാൻ പ്രതിയാണ്, താഴെ ഇരുന്നോളാം, എനിക്ക് സൗജന്യം വേണ്ട എന്നായിരുന്നു ശശിയുടെ നിലപാട്. സ്വയം പ്രതിയാണെന്ന് സമ്മതിച്ച് റേഞ്ച് ഓഫീസറുടെ മുറിയിൽ തറയിലാണ് ശശി ഇരുന്നത്. ഉദ്യോഗസ്ഥർ കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കുകയാണ്. റേഞ്ച് ഓഫീസർ എത്തിയ ശേഷം വിശദമായി ചോദ്യം ചെയ്ത് മൊഴി രേഖപ്പെടുത്തി. തെളിവെടുപ്പ് നടത്തിയ ശേഷമാണ് കോടതിയിൽ ഹാജരാക്കിയത്. ഇക്കഴിഞ്ഞ ഫെബ്രുവരി 28-ാം തീയതിയാണ് വെള്ളനാട് പഞ്ചായത്തിലെ വാളിയറ ഭാഗത്തെ വീട്ടുപരിസരത്ത് കണ്ട മുള്ളംപന്നിയെ ശശി തല്ലിക്കൊന്നത്. വനം വകുപ്പിൻ്റെ നമ്പർ ഇല്ലാത്തതിനാലാണ് നാട്ടുകാർ പഞ്ചായത്ത് പ്രസിഡന്റിനെ വിവരമറിയിച്ചത്. ഇതിന് വനം വകുപ്പൊന്നും വേണ്ട, ഞാൻ തന്നെ കൈകാര്യം ചെയ്തോളാം എന്ന് പറഞ്ഞാണ് ശശി മുള്ളംപന്നിയെ തല്ലിക്കൊന്നത്. സംഭവത്തിന് പിന്നാലെ നാട്ടിൽ നിന്നും മുങ്ങിയ ശശി പത്തനംതിട്ട, കോട്ടയം ജില്ലകളിലുണ്ടെന്ന് സൂചന ലഭിച്ചതിനെ തുടർന്ന് വനം വകുപ്പ് അവിടങ്ങളിൽ അന്വേഷണം നടത്തിയെങ്കിലും കണ്ടെത്താനായിരുന്നില്ല. വനപാലകർ വരുന്നതിന് തൊട്ടുമുമ്പ് സ്ഥലം വിടുന്നതായിരുന്നു ശശിയുടെ രീതി. ഒടുവിൽ ജാമ്യാപേക്ഷ കോടതി തള്ളിയതോടെയാണ് ശശി വനം വകുപ്പിന് മുന്നിൽ കീഴടങ്ങിയത്. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ മീഡിയ. വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം. പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾഡ് സേവിംഗ് സ്കീം. പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണാഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ പട്ട് സ്കീം. എന്നും വിശ്വസ്തയോടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധന ജ്വല്ലറി, കുവൈറ്റ് ആൻഡ് കണ്ണൂർ.